നമസ്കാരം. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഞാൻ ഈ പറയുന്നതായിട്ടൊരു ബന്ധമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഗറാഷ്യൻ ടോക്സിലൂടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വരുന്ന കമൻറ്റുകൾ കാണുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഉദ്ദേശിച്ചതല്ല ആളുകൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ നമ്മൾ ഇട്ട റീലിൽ നമ്മൾ എക്യുപ്മെൻറ്റ്സ് എങ്ങനെ ക്ലീനാക്കി സൂക്ഷിക്കണം എന്നതിനെ പറ്റി ജസ്റ്റ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ആദ്യം വന്ന കമൻറ്റ്, അധികം കമൻറ്റ് വന്നില്ല, 2 കമൻറ്റേ വന്നുള്ളൂ. ആദ്യത്തെ കമൻറ്റും രണ്ടാമത്തെ കമൻറ്റും ഓപ്പോസിഷനാണ്. 50% അംഗീകരിക്കുകയും 50% പ്രതികൂലമായിട്ട് പറയുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ആദ്യത്തെ കമൻറ്റാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ കമൻറ്റും ഇഷ്ടപ്പെട്ടു. പക്ഷേ പുള്ളി അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ആദ്യം പറഞ്ഞ ആളുടെ കമൻറ്റിൽ ഒരുപാട് നല്ല കണ്ടൻസ് പുള്ളി നമുക്ക് പറഞ്ഞു. കാരണം പുള്ളി പറഞ്ഞു ഇതൊരു സ്വർണ്ണപ്പണി മേഖലയല്ല എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു സ്വർണ്ണപ്പണി മേഖല ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വർണ്ണപ്പണി മേഖലയല്ല, അതുകൊണ്ടാണ്. പിന്നെ ഈ തിക്കും തിരക്കുമുള്ള വർക്ക്ഷോപ്പുകളിൽ ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ വല്ലാതെ കുറവാക്കല്ലേ. നമ്മൾ നടത്തുന്നത് ഒരു വാഹനങ്ങളുടെ ആശുപത്രിയാണ് നമ്മൾ നടത്തുന്നത്. ഏതെങ്കിലും ആശുപത്രിയിൽ തിക്കും തിരക്കിലോ ഓപ്പറേഷൻ ചെയ്യലോ തിക്കും തിരക്കിലും മരുന്ന് കൊടുക്കലോ തിക്കും തിരക്കിലോ ഉണ്ടാവുമോ? കാരണം എന്താ അറിയോ, അവിടെ തിക്കും തിരക്കും കാണിച്ചിട്ട് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന പരിണിത ഫലം ഭയാനകമായിരിക്കും. ആൾക്കാർ കയറി മേയും നമ്മൾ, അല്ലേ? ഡോക്ടർമാർക്കോ നേഴ്സുമാർക്കോ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ വിട്ടുകൊടുക്കുമോ? ഇല്ല. ഈ തിരക്ക് കാണിക്കുന്നവരൊന്നും അന്നേരം പ്രതികരിക്കും. അതുകൊണ്ട് അവർ അതിൻ്റെ കറക്റ്റായ സമയത്തേ ചെയ്യുള്ളൂ. നമ്മുടെ ഗറാഷിൽ മാത്രം, ഈ വാഹനങ്ങളുടെ ആശുപത്രിയിൽ മാത്രം എന്താണ് ഈ തിക്കും തിരക്കും? നിങ്ങളോട് ആരാണ് ഇത്തരം തിക്കും തിരക്കും ചെയ്യുന്നത്? ആശാമാർ നിങ്ങളുടെ തലയിൽ കയറി ഇരിക്കുന്നുണ്ടോ? എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ തിക്കും തിരക്കും സംഭവിക്കുമോ? ഒരു ടൂള് കാണാണ്ട് പോയി കഴിയുമ്പോൾ ആശാമാർ എത്ര മോശമായിട്ടാണ് നിങ്ങളെ പറ്റി പറയുന്നത്. അപ്പം നിങ്ങൾ സമയമെടുത്ത് സൂക്ഷിച്ചൂടെ? നമ്മളാരും അടിമകളല്ലല്ലോ. അപ്പം നമ്മളാരും ഇത് നിങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ മനഃപൂർവ്വം ഒന്നും കളയാറില്ല, നമ്മളെ താഴ്ത്തിക്കെട്ടാറില്ല ഒക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ തിക്കും തിരക്കും കൂട്ടേണ്ട ഒരു സ്ഥലമല്ല. ഒരു സർവീസ് സെൻ്ററിലും തിക്കും തിരക്ക് കൂട്ടാറില്ല. സർവീസ് സെൻ്ററുകളിൽ കൃത്യമായ സമയമുണ്ട്, ഇത്രയും ചെയ്യണം എന്നുള്ളത്. അതിനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കി തരും. ആ സൗകര്യങ്ങൾ നിങ്ങൾ ആയിട്ട് വല്ലതും ദോഷം വരുത്തിയാൽ അതിൻ്റെ പൈസ അവർ പിടിക്കും. അപ്പം നമ്മൾ ഒരു സ്വർണ്ണപ്പണി മേഖലയിലേക്ക് ഇത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ടെക്നീഷ്യന്മാരെ ഇകഴ്ത്താനോ പുകഴ്ത്താനോ, അതുപോലെ വർക്ക്ഷോപ്പ് മേഖല ഒരു സ്വയം തൊഴിലായിട്ട് നടക്കുന്നവർ നമ്മൾ ഗറാഷ്യൻ ടോക്സിൽ അഡ്രസ്സ് ചെയ്യുന്നേ ഇല്ല. നമ്മൾ GBOs, അതായത് ഗറാഷ്യൻ ബിസിനസ് ഓണേഴ്സ് ശ്രമിക്കുന്നവരെയാണ് നമ്മൾ ഇതിലൂടെ സഹായിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ മാറണം. മാറാത്തവർ തീർച്ചയായും പുറന്തള്ളപ്പെടും.